സഹോദരൻ മുസ്തഫ, ഞാൻ പാലായനം ചെയ്യാൻ പോണു. വൃത്തിയാട്ടവനെ, നീ ഇതൊക്കെ എൻ്റെ അടുത്തൊന്നും പറയുന്നത്? ബദറുള്ള ഇതിനൊക്കെ പടച്ചോണ്ട് ഉത്തരം പറയേണ്ടി വരും. അസ്തഗ്ഫിറുല്ലാ. എടാ നീ എന്താടാ പറയുന്നത്? ഞാൻ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പാലായനം ചെയ്യുന്നതാണ് പറഞ്ഞു. അതാണ് പാലായനം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പാലായനം. അല്ല, നീ ഇപ്പൊ എന്തിനു നാട് വിടുന്നു? എടാ എന്റെ പുത്രനെ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായില്ലേ? നീ ഇതൊന്നും അറിയുന്നില്ലേ? അയ്യോ, എന്തിനു പറ്റിയടാ? എന്റെ പൊന്ന് സഹോദരൻ, അവ ഇവിടെ വായും പൊളന്നിരുന്നപ്പോ പടച്ചവനെങ്കിലും അവനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവനെ പള്ളി പറഞ്ഞു വിട്ട്. ആ കിഴങ്ങ് അവിടെ പോയി കിടന്ന് ഉറങ്ങിയെന്ന് പോരാതെ ഉറക്കത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചടാ. ഒരു +2 കാരൻ വിദ്യാർത്ഥി ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അത്. എടാ, ഒരു UP സ്കൂൾ വരെയൊക്കെ ആയിരുന്നെങ്കിലും. പിന്നല്ലാതെ ആ മുസ്ലിയാർ നീ എന്നൊന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അല്ല, പടച്ചോൻ സഹായിച്ചു. എന്റെ മോൻ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു കുസുക്കിയുടെ ഒരു ബൈക്കും എടുത്ത്. സുസൂക്കി ആരും ഊക്കിയതായാലും ഒരു ബൈക്ക് അവ എടുത്ത്. ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി. ഐ എം പ്രൗഡ് ഓഫ് മൈ സൺ. ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. ഇല്ലല്ലേ, സോറിടാ, ഞാൻ മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രൊസീജിയർ ആണല്ലേ ഇപ്പൊ കാണിച്ചത്. പിന്നല്ലാതെ എന്തൊരു കോപ്പിലെ സ്വഭാവം. അല്ല, നിന്റെ മോൻ എങ്ങനെ ജോലി കിട്ടിയത്? എടാ, അവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയിൽ പോയിട്ട് 3 വർഷത്തെ BCom + ACSC ഒരു കോഴ്സ് പഠിച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ ആയില്ലേ. എടാ, അതാകുമ്പോൾ 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രി ആവും, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ആവും. ഓ, അപ്പൊ നിന്റെ മോൻ കണക്കിന് പുലിയായിരുന്നായിരിക്കും അല്ലേ? ഡേ അളിയ, കൊമേഴ്സ് പ്രൊഫഷണൽ ആവാൻ കണക്കിൽ വലിയ സംഭവം ആവണമെന്നൊന്നുമില്ല. നീ നിന്റെ മോനെ കൊണ്ട് ലക്ഷ്യം ചേർത്ത് നോക്ക്. എന്റെ മോൻ കണക്കിൽ വട്ട പൂജ കൊണ്ടാ. 8ന്റെ 5 ചോദിച്ചാൽ 1 വാപ്പ 2 16 എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ടി വീണു, തലച്ചോറ് ചൂടായിട്ടേ. അത്ര പാടാണെങ്കിൽ ഹലോ, എന്റെ റബ്ബേ, എനിക്കറിയാതെ ഇങ്ങനെ അവസാനിക്കണമെന്നില്ല. ഞാൻ വരാമേ. ആ കിഴങ്ങ ചെറുക്കനെ സമയമില്ലാത്തോണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജറിൽ കുത്തിയിട്ട് ഓടിക്കാൻ നോക്കിയിരുന്നു. ഞാൻ ഇതിനെ അടിക്കുന്ന എന്റെ മുന്നേ കുസൂക്കി ഉണ്ടല്ലേ.